ഏവർക്കും സ്നേഹവന്ദനം. ക്രിസ്മസ് കാലം നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിൽ നിറയേണ്ട മനോഹരമായ ഒരു വിഷയമാണ് ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ജനിക്കുന്ന യേശു. യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി നാം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ചുറ്റുമുള്ള അലങ്കാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും അപ്പുറം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചു എന്നത് ഒരു ചരിത്രമാണ്. എന്നാൽ ഇന്ന് ഈ യേശു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുന്നുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. എന്താണ് ഈ പുൽക്കൂടിൻ്റെ ലാളിത്യം? യേശു ജനിക്കാൻ തിരഞ്ഞെടുത്തത് ഒരു വലിയ കൊട്ടാരമല്ല, മറിച്ച് ദരിദ്രവും ലളിതവുമായ ഒരു പുൽക്കൂട്ടിലെ പുൽത്തൊട്ടിയാണ്. നമ്മുടെ ഹൃദയങ്ങളും ഈ പുൽക്കൂടിനെ പോലെ ലളിതമാകണം. അഹങ്കാരവും വിദ്വേഷവും നിറഞ്ഞ ഹൃദയങ്ങളിലല്ല, മറിച്ച് വിനയമുള്ള ഹൃദയങ്ങളിലാണ് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പുൽക്കൂട് എന്ന് പറയുന്നത് അഴുക്കുകൾ നിറഞ്ഞ ഒരിടമാകാം. എന്നാൽ യേശു അവിടെ ജനിച്ചപ്പോൾ ആ സ്ഥലം വിശുദ്ധമായി. അതുപോലെ നമ്മുടെ ഉള്ളിലെ തിന്മകളെയും കുറവുകളെയും മാറ്റി നിർത്തി അവനെ സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. അനുതാപവും സ്നേഹവും കൊണ്ട് കഴുകി വൃത്തിയാക്കിയ ഒരു ഹൃദയത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജനനം സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിക്കുക എന്നാൽ സഹജീവികളോടുള്ള കരുണയും സ്നേഹവും നമ്മിൽ ജനിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. മറ്റൊരാളുടെ കണ്ണുനീർ തുടയ്ക്കുവാനും വിശക്കുന്നവന് ആഹാരം നൽകുവാനും നമുക്ക് കഴിയുമ്പോൾ യേശു നമ്മിൽ വീണ്ടും ജനിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ക്രിസ്മസ് വെറുമൊരു ആഘോഷമാകരുത്. നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ യേശുവിനെ ജനിക്കുവാൻ നാം അനുവദിക്കണം. ഈ വെളിച്ചം നമ്മളിലൂടെ ലോകമെങ്ങും പടരട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എൻ്റെ ക്രിസ്മസ് ആശംസകൾ.